everyone, welcome back to Asylum Learning. It's me, Jamshad. Today we are going to do the summary of the chapter The Weed That Won the Hearts. This chapter complete summary we 8 points set. Are you guys ready? Yes. If you want like this kind of contents from our 8th CBSE new syllabus, you guys have to subscribe the channel. Okay, that's going to be a great thing you guys are doing today. ഇന്ന് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു കിടിലൻ കാര്യമായിരിക്കും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാന്നുള്ളത്. കാരണം നമ്മുടെ 8th ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം കോണ്ടന്റ് വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനൽ വരാൻ പോവാണ്. The Weed That Won Hearts എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ആണ് ന്യൂ NCERT സിലബസിലെ. ഈ ഒരു ചാപ്റ്ററിന്റെ സമ്മറി ആണ് വെറും 8 പോയിന്റ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് ഒക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. സോ subscribe ചെയ്തിടാ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. Summary of the chapter നോക്കിക്കോ. The Vijayangara Empire flourished under the king കൃഷ്ണദേവരായ എന്ന് പറയുന്ന ഈ ഒരു രാജാവിനാൽ ആ ഒരു വിജയങ്കര എന്ന് പറയുന്ന സാമ്രാജ്യം അടിപൊളിയായി കിടിലനായി. ഹു വാസ് ബോത്ത് എ ഗ്രേറ്റ് റൂളർ ആൻഡ് എ പോയറ്റ്. മൂപ്പര് നല്ല കിടിലൻ കവിയാണ്, നല്ല സൂപ്പർ ആയിട്ട് കവിത എഴുതും, വായിക്കും, അടിപൊളിയാണ്. അതുപോലെ തന്നെ മൂപ്പര് നല്ലൊരു അടിപൊളി രാജാവ് കൂടിയാണ്, നല്ലൊരു റൂളറാണ്. ഓക്കെ, മാത്രമല്ല ഹിസ് ഗോഡ് ഹാഡ് 8 ഫേമസ് പോയറ്റ്സ്. 8 ഫേമസ് ആയിട്ടുള്ള പോയറ്റ്സുകൾ ഉണ്ടായിരുന്നു, കവികൾ ഉണ്ടായിരുന്നു. അവർ ഭയങ്കര കവികളായിരുന്നു, അതുപോലെ തന്നെ ഭയങ്കര സ്കോളേഴ്സ് ആയിരുന്നു. ആൻഡ് കോൾഡ് ദിഗ്ഗജാസ്. അവരെ വിളിച്ചത് എന്താണ്? അഷ്ടദിഗ്ഗജാസ് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇൻക്ലൂഡിങ് തെന്നാലി രാമകൃഷ്ണ എന്ന് പറയുന്ന ഭയങ്കര വൈസ് ആയിട്ടുള്ള ഭയങ്കര വിറ്റി പേഴ്സൺ ആയിട്ടുള്ള ഒരാൾ കൂടി ഉണ്ടായിരുന്നു. നമുക്കറിയാം ഈ തെന്നാലി രാമകൃഷ്ണനെ പറ്റിയൊക്കെ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ദ കിങ് വൺസ് quarreled with his queen. സ്വാഭാവികം അല്ലേ, തന്റെ വൈഫുമായിട്ട് ഒരിക്കലും എന്താക്കി, രാജാവ് പിണങ്ങി, അല്ലെങ്കിൽ രാജാവ് അടിയുണ്ടായി, അല്ലെങ്കിൽ എന്താക്കി, സൗന്ദര്യ പിണക്കം എന്നൊക്കെ പറയുന്നത് പോലെ അവര് തമ്മിൽ ചെറിയൊരു ക്വാറൽ ഉണ്ടായി, പിന്നെ കശപിശയുണ്ടായി. എന്താ, തിരുമാളമ്പാൽ എന്നാണ് ആ രാജ്ഞിയുടെ പേര്. ബിക്കോസ് ഷീ yawned while he recited a poem. രാജാവ് കിടിലൻ കവിയല്ലേ, രാജാവ് വലിയ സംഭവമായിട്ട് കവിതയൊക്കെ വായിക്കാണ്. കവിത വായിക്കുന്ന സമയത്ത് റാണി അങ്ങനെ ആവിട്ടു. അതാണ് സീന്, ആവിട്ടു. അപ്പൊ അവരുമായിട്ട് ഭയങ്കര സീനായി. ഞാനൊരു കവിത വായിക്കുമ്പോ, കാര്യപ്പെട്ട ഒരു കവിത വായിക്കുമ്പോ ആവി ഇടുക അല്ലെ, ഇൻട്രസ്റ്റിംഗ് നോട്ട് ഇൻട്രസ്റ്റിംഗ് എന്നുള്ള ആ ഒരു സൈന് നീ കാണിച്ചു എന്നുള്ള ആ ഒരു സംസാര വിഷയമായി പ്രശ്നമായില്ലേ, അടിയായില്ല, തെറ്റി. ഹേർട്ട് ബൈ ദിസ്. ഇത് കാരണം രാജാവിന് ഭയങ്കര ഹേർട്ടായി. രാജാവ് ഒരു കവിത കൊണ്ടുവന്നിട്ടില്ലേ. ദ കിങ് സ്റ്റോപ്ഡ് ടോക്കിംഗ് ടു ഹെർ. രാജ്ഞിനോട് തിരുനാളമ്പലനോട് സംസാരിക്കുന്നത് അങ്ങോട്ട് നിർത്തി. ഇനി ഞാൻ സംസാരിക്കുന്നില്ല. ആൻഡ് അവോയ്ഡഡ് വിസിറ്റിംഗ് ഹർ ഫോർ വീക്സ്. ആഴ്ചകളോളമായിട്ട് നമ്മുടെ രാജ്ഞി തിരുനാളമ്പലനോട് അവരെ വിസിറ്റ് ചെയ്യുന്നത് നിർത്തി. അവരുടെ അടുത്തേക്ക് പോകുന്നില്ല, അവരോട് സംസാരിക്കുന്നില്ല, ഫുൾ തെറ്റി. അങ്ങനെ നമ്മുടെ തെന്നാലിരാമനെ കണ്ടുമുട്ടുകയാണ്, അല്ലെങ്കിൽ തെന്നാലിരാമനോട് പരിഹാരം ചോദിക്കുകയാണ്. ദ ക്വീൻ സാഡ് ആൻഡ് ഹെൽപ്ലെസ്. ഭയങ്കര സങ്കടപ്പെട്ട് ഭയങ്കര നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന നമ്മുടെ ക്വീൻ ഉണ്ടല്ലോ, സൗട്ട് തെന്നാലിരാമൻസ് ഹെൽപ്പ്. ആ തെന്നാലിരാമന്റെ സഹായം തേടി ടു സോൾവ് ദി ഇഷ്യൂ. ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട്, മിസ്റ്റർ തെന്നാലിരാമൻ, എന്നെ രക്ഷിക്കാൻ താങ്കൾക്ക് മാത്രമേ കഴിയുള്ളൂ, മറ്റാർക്കും കഴിയില്ല. നിങ്ങൾ എന്നെ എന്തെങ്കിലും ആക്കി ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഊരിത്തരണം, ക്ലിയർ ആക്കി തരണം എന്ന് പറഞ്ഞു. ഇൻ ദ റോയൽ കോർട്ട്. ഓക്കെ, ആ ഒരു റോയൽ കോർട്ടിൽ രാമ ക്ലെവർലി കമ്പയർഡ് ഫാമിംഗ്. രാമ ഒരു ഐഡിയ ഇറക്കാണ്, ഒരു കിടിലൻ ഐഡിയ. ഓക്കെ, എന്താണ്? കമ്പയർഡ് ഫാമിംഗ് ടു ദ ആക്ട് ഓഫ് യോണിംഗ്. ഫാമിംഗ് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും യോണിങ് ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആവി ഇട്ട് കഴിഞ്ഞാൽ, പിന്നെ അവരെ എന്താക്കണം, നമുക്ക് ശിക്ഷിക്കണം. അവര് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണിക്കുന്നില്ല, അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താക്കണം, അവരെ ശിക്ഷിക്കണം. അവരങ്ങനെ യോണിങ് ചെയ്യാൻ പാടില്ല. ഫാമിങ്ങിന്റെ സമയത്ത് എന്ത് ക്ഷീണം ഉണ്ടെങ്കിലും അവർ ആവിടാൻ പാടില്ല, അവർക്ക് കഠിന ശിക്ഷ കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചപ്പോൾ രാജാവിന് മനസ്സിലായി, ഇറ്റ്സ് എ നാച്ചുറൽ ഹ്യൂമൻ ഹാബിറ്റ്, ഷോയിങ് ഇറ്റ് വാസ് എ നാച്ചുറൽ ഹ്യൂമൻ ഹാബിറ്റ്. മനുഷ്യന്മാർ സ്വാഭാവികമായിട്ടും ചെയ്തു പോകുന്ന ഒരു സംഭവമാണ്. അത് ക്ലാസ് ബോറായത് കൊണ്ട് മാത്രമല്ല കുട്ടികൾ ക്ലാസ്സിൽ ആവി ഇടുന്നത്. ഇത് ആക്ച്വലി ചിലപ്പോൾ ടീച്ചേഴ്സൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കും, ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ ആവി ഇടുന്നത് ക്ലാസ് ശ്രദ്ധിക്കുക. അവർക്ക് ക്ഷീണം ഉണ്ടായിരിക്കും അല്ലെ. കുട്ടികൾക്ക് ക്ഷീണം ഉണ്ടാകുന്ന സമയത്ത്, കുട്ടികൾക്ക് നല്ല ആർക്കാണെങ്കിലും ക്ഷീണം ഉണ്ടാകുന്ന സമയത്തോ തലേ ദിവസത്തെ ഉറക്ക് ശരിയായില്ലെങ്കിലോ ആവിയിടും അല്ലേ, അങ്ങനത്തെ. അതുകൊണ്ടാണ് ഇറ്റ്സ് എ നാച്ചുറൽ ഹ്യൂമൻ ഹാബിറ്റ് എന്ന് രാജാവിന് അങ്ങോട്ട് ബോധ്യപ്പെടുത്തി കൊടുത്തു. ഡയറക്റ്റ് പറഞ്ഞാണോ? ഇല്ല, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മൾ അത് എന്താക്കിയതാണ്, രാജാവിനോട് അവതരിപ്പിച്ചതാണ്. സോ എന്നിട്ട് അവസാനം ക്ലൈമാക്സ് എന്തായി? ഓക്കെ, ക്ലൈമാക്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒറ്റ കാര്യം, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. യെസ്, റെഡി. ഓക്കെ, ലാസ്റ്റ് ആണ്. ദ കിങ് റിയലൈസ്ഡ് ഹിസ് മിസ്റ്റേക്ക്. അപ്പോഴാണ് രാജാവിന് മനസ്സിലായി, യെസ്, ഐ വാസ് മിസ്റ്റേക്ക്. ഞാൻ ചെയ്ത കാര്യം തെറ്റാണ്. കാരണം എൻ്റെ ക്വീനോട് ഞാൻ പിണങ്ങാൻ പാടില്ല. ഇറ്റ്സ് എ നാച്ചുറൽ ഹ്യൂമൻ ഹാബിറ്റ് എന്ന് മനസ്സിലാക്കി കൊടുത്തു. അണ്ടർസ്റ്റുഡ് ദാറ്റ് യോണിംഗ് വാസ് നോട്ട് ഡിസ്റെസ്പെക്ട്.
ആവി ഇടുക എന്ന് പറയുന്നത് ഒരു ഡിസ്റെസ്പെക്ട് അല്ല. ആൻഡ് ഫെൽ സോറി, രാജാവിന് ഒരു സോറി ഫീൽ ഉണ്ടായി. ആൻഡ് ഹി റീകൗൺസിൽഡ് വിത്ത് ദ ക്വീൻ, രാജ്ഞിയുമായിട്ട് എന്തായി ആ ഒരു പഴയ ബന്ധം പുനഃസ്ഥാപിച്ചു, രാജ്ഞിയുമായിട്ട് നന്നായി അല്ലെ, പിണക്കം മാറി. താങ്ക്ഡ് തെനാലിരാമനോട് താങ്ക്സ് പറഞ്ഞു. ആൻഡ് പീസ് ആൻഡ് ഹാപ്പിനെസ് റിട്ടേൺ ടു ദ പാലസ്, പാലസ് കൊട്ടാരത്തിലേക്ക് സമാധാനവും സന്തോഷവും തിരിച്ചു വന്നു. ഇതാണ് നമ്മുടെ ഈ ഒരു കഥയുടെ വിത്ത് ദാറ്റ് വോൺ ഹാർട്ട് എന്ന് പറയുന്ന ഈ ഒരു കവിതയുടെ ഈ ഒരു കഥയുടെ ഈ ഒരു പ്രോസിന്റെ ആകത്തുക എന്ന് പറയുന്നത്. സോ ഇതിന്റെ കംപ്ലീറ്റ് വേർഷൻ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കേണ്ടതുണ്ട്, സെറ്റ് ആക്കേണ്ടതുണ്ട്. നമ്മുടെ യോദ്ധ ബാച്ച് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, യോദ്ധ ബാച്ചിന്റെ അഡ്മിഷൻ തുടരുന്നുണ്ട്. ഓക്കെ, ഏതായാലും യോദ്ധ ബാച്ചിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എന്താക്കാം, ഈ ഒരു സ്ക്രോളിലൂടെ പോകുന്നുണ്ട്, അത് നിങ്ങൾ കണ്ടാൽ മതി. സെറ്റാക്കുക, പവർഫുൾ ആക്കുക. ആ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ യോദ്ധ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഏതായാലും നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എടുക്കുന്ന ലൈവ് ക്ലാസ്സുകളുടെ ഒക്കെ സ്ലൈഡ് നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് കിട്ടും. നിങ്ങളുടെ 8ാം ക്ലാസ്സിലെ 8th CBSE ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്ത് മറന്നു പോകരുത്. അതുപോലെ തന്നെ ഇനി ഏത് ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് ഇതുപോലെ വേണ്ടത് എന്നുള്ളത്, ഇനി നെക്സ്റ്റ് ഏത് ചാപ്റ്ററിന്റെ ആ ഒരു സമ്മറിയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്നുള്ളത് ജസ്റ്റ് കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു കുഞ്ഞു വീഡിയോ, ഈ ഒരു കുഞ്ഞു വീഡിയോ 8 പോയിന്റിൽ ഈ ഒരു കംപ്ലീറ്റ് സമ്മറി പറയുന്ന ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ, യൂസ്ഫുൾ ആണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, ആ കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലത്തെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജംഷാദ്, യു ക്യാൻ കോൾ മീ JD. ലെറ്റ്സ് സീ another video with another session. Until then, it's a bye. Thank you. Love you all. Bye bye.